trigonometric ratios. നമുക്ക് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അസ്യൂം ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതായിരുന്നു. ഇനി ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ സൈഡ്സിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സൈഡ്സിന് പേര് കൊടുക്കുന്നത്. സച്ച് ദാറ്റ് ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത്. എങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈഡ്, എങ്ങനെയാണ് ഏതാണ് അഡ്ജസന്റ് സൈഡ്? ഇപ്പോൾ രണ്ട് അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്. നമുക്കിപ്പോൾ ഈ ട്രയാങ്കിളിനെ എ ബി സി എന്ന് ലേബൽ ചെയ്യാം. A, B, C. Okay. And consider angle CB theta. Now we are naming angle C and based on angle C. What will be the opposite side of angle C? എങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈഡ് പറയുന്നത്? ഈ ആംഗിൾ സി ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആംഗിൾ തീറ്റ ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്, എ സിയും ബി സിയും. ഈ രണ്ട് സൈഡും അല്ലാതെ ഉള്ള സൈഡാണ് ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ ഓർ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി എന്ന് പറയുന്നത് എ സിയും ബി സിയും അല്ലാതെയുള്ള സൈഡ് എ ബി. സോ എ ബി ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഓർ ആംഗിൾ തീറ്റ. നൗ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? അത് ചെറിയ ക്ലാസ് തൊട്ട് നമുക്ക് അറിയുന്നതാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. 90 ഡിഗ്രി ഫോം ചെയ്തിരിക്കുന്നത് എ ബി ബി സി ആണ്. ഇത് രണ്ടും അല്ലാതെയുള്ള സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് ആണ് ട്രയാങ്കിളിലെ ലോങ്സ്റ്റ് സൈഡ് ആയിട്ട് വരുന്നത്. ഇനി അഡ്ജസന്റ് സൈഡ് എങ്ങനെ നെയിം ചെയ്യാം? അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് വി ആർ നെയിമിങ് അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ. ആംഗിൾ തീറ്റയുടെ അടുത്ത് കിടക്കുന്നത്, ആംഗിൾ തീറ്റ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് സൈഡ്സിലെ ഒരു സൈഡ്. ആംഗിൾ തീറ്റ ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ്സിനിടയിലാണ്, എ സിക്കും ബി സിക്കും. അതിൽ എ സി ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ആംഗിൾ തീറ്റ ഫോം ചെയ്തിട്ടുള്ള രണ്ട് സൈഡ്സിൽ ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ ഉള്ള ആംഗിൾ ആണ് ആംഗിൾ തീറ്റയുടെ അല്ലെങ്കിൽ ആംഗിൾ സിയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. സോ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൽ തന്നെ വേറെ അടുത്ത അക്യൂട്ട് ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സിനെ എങ്ങനെ പേര് കൊടുക്കാം? കൺസിഡർ ആംഗിൾ എ, ലെറ്റ് ഇറ്റ് ബി തീറ്റ. ഇനി ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും വരുന്നത്? രണ്ട് സൈഡും, ആംഗിൾ എ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് സൈഡ്സും ഇല്ലാതെ ഉള്ള സൈഡ്. സോ ബി സി വിൽ ബി ദി ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ഈസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, സെയിം എ സി. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ആംഗിൾ തീറ്റ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് സൈഡ്സിലെ ഒരു സൈഡ് ഓർ അഡ്ജസന്റ് ടു ആംഗിൾ തീറ്റയുമായിട്ട് അഡ്ജസന്റ് ആയിരിക്കുന്ന സൈഡ്, ദാറ്റ് ഈസ് എ ബി. ഈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസിനെ ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് എന്നും പറയാം. ബേസ് എന്ന് പറഞ്ഞെടുക്കുന്നത് അഡ്ജസന്റ് സൈഡും, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും, ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. ഓക്കെ, ഒരു ക്വിസ് നോക്കാം നമുക്ക്. ഇതില് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, അഡ്ജസന്റ് സൈഡ് ഏതാ, ഹൈപ്പോട്ടന്യൂസ് ഏതാ എന്നുള്ളതാണ്. ആംഗിൾ എ ദി അഡ്ജസന്റ് സൈഡ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ എ ഇൻക്ലൂഡഡ് അല്ലാതെയുള്ള സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, റേഷ്യോസ് എന്താന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താ റേഷ്യോസ് എന്നുള്ളത്? രണ്ട് നമ്പേഴ്സിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നതാണ് റേഷ്യോ. പിന്നെ ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ നോക്കുക. സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ അക്യൂട്ട് ആംഗിളിനെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സൈഡ്സിന്റെ റേഷ്യോസ്. ആ റേഷ്യോസ് ആണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഏതൊക്കെയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള എ ബി സിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് എങ്ങനെ വരും എന്ന് നോക്കാം. കൺസിഡർ ആംഗിൾ സി തീറ്റ, opposite side by hypotenuse, that is
AB by BC. Side opposite to angle C upon or ratio of side opposite to angle C by hypotenuse. That is AB by BC will give you a ratio, and that ratio is called sine of angle C. That is a ratio between sine of angle opposite to, ratio between side opposite to angle C and hypotenuse is the sine of angle C. And the ratio between side adjacent to angle C and hypotenuse is, that is here BC divided by AC, is called cosine of angle C. Cosine of angle C or cosine of any angle is side adjacent to that angle by hypotenuse. Next, side opposite to angle C, ratio between side opposite to angle C by side adjacent to angle C. That is AB by BC will give you tangent of angle C. And ratio between side opposite, ratio of hypotenuse to opposite side. Hypotenuse by side opposite to angle C will give you cosecant of angle C or reciprocal of sine of angle C, that is AC, hypotenuse divided by opposite side AB. Ratio of hypotenuse and AB will give you cosecant of angle C. That is also the reciprocal of angle sine of angle C. That is cosec of any angle will be equal to hypotenuse divided by opposite side of that angle. Cosecant 1 by sine of angle C or cosecant of angle C. Next is ratio between hypotenuse and adjacent side. That is hypotenuse divided by side adjacent to angle C will give you, will be equal to AC divided by BC. That is equal to 1 by cosine of angle C. That is secant of angle C. 1 by cosine of angle C, that is secant of angle C, which means secant of any angle is equal to hypotenuse divided by adjacent side of that angle. Secant equal to hypotenuse divided by adjacent side or hypotenuse divided by base. And the ratio between adjacent side and opposite side of any angle. Side adjacent to angle C divided by side opposite to angle C equal to, that is BC divided by AC is equal to cotangent of angle C or cot C. Cot C will be equal to sine opposite adjacent side by hypotenuse, and it is reciprocal of tangent of angle C. That is adjacent of angle C divided by side opposite to angle C equal to cotangent of angle C, reciprocal of tangent of angle C. These are the 6 trigonometric ratios of an angle. It is also called trigonometric functions: sine, cosine, tangent, cosecant, secant, and cotangent. Sine is abbreviated as sin C, S-I-N-C. Cosine is abbreviated as cos C. Tangent is abbreviated as tan C. Cosecant is abbreviated as cosec C, and sec is abbreviated secant as sec C, cotangent as cot C. So the 6 trigonometric ratios are sine, cos, tan, cosec, sec, and cot. Cosec, sec, and cot is respectively the reciprocal of sine, cosine, and tan. Cosec is the reciprocal of sine,
sec is the reciprocal of cos, cotangent is the reciprocal of cot. These are also called trigonometric functions of angle C, trigonometric ratios of angle C, or trigonometric functions of angle C. Sin C, cos C, tan C, cosec C, sec C, and cot C. These are the 6 trigonometric functions of angle C, or 6 trigonometric ratios of angle C in the triangle ABC. Now consider a short activity of quiz. Secant is the reciprocal of sine, cosine, cotangent, tangent. Secant is the reciprocal sine, cos, tan, cosec, sec, cot. So sine reciprocal cosine, secant is the reciprocal of cosine. Also consider tan C. Tan C is given by opposite side by adjacent side, that is AB by BC. Let it be tan C equal to AB by BC. We are dividing both numerator and denominator with the AC. Numerator name, denominator name, AC വെച്ചൊന്ന് divide ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് വരുന്നത്? AB by AC by BC by AC. AB by AC divided by BC divided by AC. AB by AC divided by BC by AC. What is AB by BC? AB is opposite side, AC is hypotenuse. Opposite side by hypotenuse is sin C. Adjacent side by hypotenuse is cos C. So tan C will be equal to sin C by cos C. Tan C is equal to sin C divided by cos C. That is another relation. Tan theta or tan of any angle is equal to ratio between sine of that angle divided and cos of that angle. Tan C equal to sin C divided by cos C. Cot C will be equal to cos C divided by sin C. Cot C equal to cos C divided by sin C. That is adjacent side by. Okay. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സൈൻ കോസ് ടാൻ വാല്യൂസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അങ്ങനെയുള്ളത് ഓർത്ത് വെക്കുന്നത്? അത് ഓർക്കാനായിട്ടുള്ള ഒരു വാക്കാണ് സൊക്കറ്റോവ. 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 SOHCAHTOA. SOHCAHTOA. SOH. That is SOH is sine of any angle is OH, opposite side by hypotenuse. Sine of any angle is opposite side by hypotenuse. That is SOH.
CAH, CAH, cos of any angle is adjacent side by hypotenuse. Cos of any angle is adjacent side by hypotenuse. TOA, 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 that is tan of any angle is opposite side by adjacent side. So cut TOA. So SOH, sine of any angle is opposite side by hypotenuse. CH, cos of any angle is adjacent side by hypotenuse. TOA, tan of any angle is opposite side by adjacent side. റിമൈനിങ് 3 റേഷ്യോസ് ബാക്കി കൊസീക് സീക്കോട്ട് നമുക്ക് അറിയാം, സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഹൈപ്പോട്ടനൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടനൂസ് അഡ്ജസന്റ് സൈഡ്, കോട്ട് ഈസ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സൈൻ എ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അർത്ഥമാക്കുന്നത് സൈൻ ഓഫ് ആംഗിൾ എ എന്നുള്ളതാണ്. സൈനിന് തനിച്ചൊരു എക്സിസ്റ്റൻസോ ഒരു മീനിങ്ങോ ഇല്ല. ഫോർ എക്സാമ്പിൾ റൂട്ട് എക്സ് എന്ന് എഴുതിയാൽ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, റൂട്ടിന് മാത്രമായിട്ടൊരു വാല്യൂ, ഒരു മീനിങ് ഇല്ല എന്നുള്ളത് പോലെ സൈൻ ഓഫ് എ എന്ന് പറയുന്നത് സൈൻ ഇൻറ്റു എ അല്ല, സൈൻ ഓഫ് ആംഗിൾ എ, ആംഗിൾ എയുടെ സൈൻ വാല്യൂ, ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ വാല്യൂ എന്നുള്ളതാണ് അർത്ഥം. അതേപോലെ വരുന്നതാണ് സ്ക്വയറിന്റെ കേസ്. സൈൻ സ്ക്വയർ ഓഫ് സൈൻ എ ഹോൾ സ്ക്വയറിനെ നമ്മൾ സൈൻ സ്ക്വയർ ഓഫ് എ എന്നുള്ളതായിരിക്കും എഴുതുന്നത്. ഇനി വരുന്നത് ലെങ്ത്, ട്രയാങ്കിളിന്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ച് ട്രയാങ്കിൾ റേഷ്യോസ്, സൈൻ കോസ് വാല്യൂസ് മാറുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടനൂസിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. രണ്ട് അക്യൂട്ട് ആംഗിൾസ് ഉള്ളതിൽ ആ അക്യൂട്ട് ആംഗിൾസ് ചേഞ്ച് ചെയ്യുന്ന, അക്യൂട്ട് ആംഗിൾസ് സെയിം ആണ്, ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ മാറുന്നുണ്ടോ? എനി ഓഫ് ദി ട്രിഗണോമെട്രിക് റേഷ്യോസിൽ മാറ്റം വരുമോ? അതിനായിട്ടാണ് എ സി, ട്രയാങ്കിൾ എ ബി സിയിൽ എ സി ഹൈപ്പോട്ടനൂസിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ആൻഡ് അതിനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് വൈ എന്ന് പറയുന്ന പോയിന്റും, ആൻഡ് വി ആർ കൺസ്ട്രക്ടിങ് 2 more ട്രയാങ്കിൾസ്. എ എക്സ് എം എന്നുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു, എ വൈ എൻ എന്നുള്ള ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്നു. ഇനി കൺസിഡർ ടു ആൻഡ് ആംഗിൾ എ ഈസ് കോമൺ ടു ഓൾ ദ 3 ട്രയാങ്കിൾസ്. 2 ട്രയാങ്കിൾസ് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. എ എക്സ് എമ്മും എ സി ബിയും. എ എക്സ് എമ്മും എ സി ബിയും ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആംഗിൾ എ ഈസ് കോമൺ ടു ബോത്ത് ദാറ്റ് ട്രയാങ്കിൾസ്. എ എക്സ് എമ്മിന് ബോത്ത് ദ 3 ട്രയാങ്കിൾസ്, ഓൾ ദ 3 ട്രയാങ്കിൾസ് എ എക്സ് എം, എ സി ബി, എ വൈ എൻ എന്നുള്ളതിന് കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ എ. സോ എ എക്സ് എം എന്നുള്ള ട്രയാങ്കിളിലും എ സി ബി എന്നുള്ള ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ. ഇനി എന്താണ് അതിൽ വേറെ പ്രത്യേകത കാണാനുള്ളത്? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ, രണ്ട് ട്രയാങ്കിൾസിൽ ആംഗിൾ എ നമ്മൾ ഈക്വൽ ആണെന്നുള്ളത് കണ്ടു. നെക്സ്റ്റ്, ആംഗിൾ എക്സ് എം എ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ആംഗിൾ സി ബി എ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾസ് സിമിലർ ആയി, സെയിം ആയി. സോ ബൈ എ ക്രൈറ്റീരിയ നമുക്ക് എന്ത് പറയാം? എ എം എക്സ് ഓർ എക്സ് എ എം എന്നുള്ള ട്രയാങ്കിളും സി എ ബി എന്നുള്ള ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. സിമിലർ ട്രയാങ്കിൾസിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ് എം ഡിവൈഡഡ് ബൈ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി സി ഈക്വൽ ആയിരിക്കും. എക്സ് എം ബൈ ബി സി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ AX by AC will be equal to AM by AB, or AM by AB equal to AX by AC equal to MX by BC. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന റേഷ്യോസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്.
ആദ്യത്തെ രണ്ടെണ്ണം കൺസിഡർ ചെയ്തിട്ട് mx ഡിവൈഡഡ് ബൈ ax ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ AC. ഒന്നും ചെയ്തില്ല, ഇവിടെ ഈ റേഷ്യോസിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ളത് മാത്രമാണ്. BC ഡിവൈഡഡ് ബൈ AC എന്ന് എഴുതുമ്പോൾ BC ഈസ് ഓപ്പോസിറ്റ് സൈഡ്, AC ഈസ് ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കിട്ടുന്ന വാല്യൂ സൈൻ A. ആംഗിൾ എയുടെ ഈ AXM എന്നുള്ള ട്രയാങ്കിൾ സൈൻ ആണെന്നുണ്ടെങ്കിൽ MX ഡിവൈഡഡ് ബൈ AX ആണ്. And that is equal to BC divided by AC, which means കുഞ്ഞ് ട്രയാങ്കിളിലെ സൈൻ എ വാല്യൂ കണ്ടുപിടിച്ചാലും വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് സൈൻ എ വാല്യൂ ചെയ്യാണേലും ആംഗിൾ സെയിം ആയിരിക്കും തോറും ഇരിക്കുന്നിടത്തോളം അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇനി നമുക്ക് AM ഡിവൈഡഡ് ബൈ AC or AM divided by AX and AB divided by AC കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കോസ് ആണ്. ആംഗിൾ ലെങ്ത് മാറിയാലും ആംഗിൾ വാല്യൂവിന് ചേഞ്ച് വന്നിട്ടില്ല. MX by AM കൺസിഡർ ചെയ്തു, MX ഡിവൈഡഡ് ബൈ AM ചെയ്തു, BC ഡിവൈഡഡ് ബൈ AB കിട്ടുന്നു. സോ ടാൻ വാല്യൂ ആ കിട്ടുന്നത്. അപ്പോഴും ആംഗിൾ കോസ് വാല്യൂ, ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ മാറുന്നില്ല. ഓക്കെ, ഇതേ കേസിൽ നമുക്ക് വലിയ ട്രയാങ്കിളിൽ കൺസിഡർ ചെയ്തിട്ടും പറയാം. ഇതുപോലെ ബാക്കി 6 റേഷ്യോസിന്റെയും കൺസിഡർ ചെയ്യാം. ഇനി AYN എന്നുള്ള ട്രയാങ്കിളും AXM എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടാണേലും നമുക്ക് ഇതേപോലെ വാല്യൂസ് കിട്ടും. സൈൻ ഓഫ് ആംഗിൾ A കാണുന്ന സമയത്ത് YN ഡിവൈഡഡ് ബൈ AY that will be equal to XM divided by AX. Cos of A കണ്ടുപിടിക്കുമ്പോൾ AN divided by AY ആയിരിക്കും. That will be equal to AM by AX. So larger triangle ആയിക്കോട്ടെ, സ്മോളർ ട്രയാങ്കിൾ ആയിക്കോട്ടെ, ട്രയാങ്കിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, സൈഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ട്രിഗണോമെട്രിക് റേഷ്യോയ്ക്ക് മാറ്റം വരുന്നില്ല. ആംഗിൾ സെയിം ആയിരിക്കുന്നത്തോളം സമയം ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി സൈഡ് ഓഫ് ദി ലെങ്ത് ഓഫ് ദ സൈഡ്സ്. സൈഡ്സിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Okay, values of the trigonometric ratios of an angle do not vary with the length of the sides of the triangle if the angles remains the same. Angle same ആയിരിക്കുമ്പോൾ, സെയിം ആയിരിക്കുന്നിടത്തോളം നമ്മുടെ ട്രയാങ്കിൾ റേഷ്യോ, ട്രിഗണോമെട്രിക് റേഷ്യോ, സൈൻ കോസ് ടാൻ വാല്യൂസിൽ മാറ്റം വരുന്നില്ല എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു സൈൻ ഓഫ് എ ഈക്വൽ ടു സൈൻ ഇൻറ്റു എ അല്ല, സൈൻ എ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെഡ് ആസ് സൈൻ ഓഫ് എ. സൈൻ സ്ക്വയർഡ് എ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സൈൻ എ ഹോൾ സ്ക്വയറിനെയാണ് നമ്മൾ സൈൻ സ്ക്വയർഡ് എ എന്ന് എഴുതുന്നത്. കോസ് എ ഹോൾ സ്ക്വയറിനെയാണ് നമ്മൾ കോസ് സ്ക്വയർഡ് എ എന്ന് എഴുതുന്നത്. സീക്ക് എ എന്ന് പറയുന്നത് നമ്മൾ 1 കോസ് എ ആണെന്ന് പറഞ്ഞിരുന്നു. അതിനെ കോസ് എ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ. ഇങ്ങനെ എഴുതാം, സൈൻ സ്ക്വയർഡ് സൈൻ എ ഹോൾ സ്ക്വയർ ആണ്, പക്ഷെ കോസ് എ ഹോൾ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സ് എയും സെയിം അല്ല. ഓക്കെ, ഇനി നമുക്ക് 2 സൈഡ്സ് അറിയാണ്, അല്ലെങ്കിൽ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോസ് അറിയാം, ഒരു ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വാല്യൂ അറിയാണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ബാക്കി ട്രിഗണോമെട്രിക് റേഷ്യോസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, പോസിബിൾ ആണോ നോക്കാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആംഗിൾ A കൺസിഡർ ചെയ്യാം. ആംഗിൾ A ഈക്വൽ ടു തീറ്റ വാട്ട് എവർ ഇറ്റ് ബി. സൈൻ എ ഈസ് ഗിവൺ ആസ് 1/2. സൈൻ എ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണെന്നുള്ളത് 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. Sin A 1/2 means opposite side by, that is ratio between BC and AC is 1/2. So BC, let it be BC is A, then the ratio is 1/2, which means AB is that of BC. So BC A എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് AB എത്രയായിട്ട് എടുക്കാം, 2A ആയിട്ട് എടുക്കാം. BC equal to A and AC equal to, AC will be equal to 2A. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്കൊരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം, തേർഡ് സൈഡ് കണ്ടുപിടിക്കാം.
ഹൈപ്പോട്ടന്യൂസും ഓൾട്ടിറ്റ്യൂഡുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ബേസ് കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് ഓഫ് എന്താ റിലേഷൻ വരുന്നത്, എ ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ എ സി കണ്ടുപിടിക്കും? എ സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. എ സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു AB square is equal to AC square plus BC square. AB square will be 2A whole square equal to, or AC square equal to 3A square, and AC will be equal to plus or minus root 3A. സൈഡിന്റെ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് അവിടെ നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. AC equal to root 3A. ഇനി നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കാം. കോസ് എ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കാണുമ്പോൾ എ സി ഡിവൈഡഡ് ബൈ എ ബി. എ സി ഡിവൈഡഡ് ബൈ എ ബി വരുമ്പോൾ റൂട്ട് 3A ഡിവൈഡഡ് ബൈ എ ബി. A divided by 2A or root 3 by 2. Tan A equal to A divided by root 3, that is 1 by root 3. Ck equal to 1 by sin A, that is 2. Ck equal to 1 by cos A, 2 by root 3. Cot A equal to root 3. So, അപ്പോൾ നമുക്ക് ഒരു വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും.